കേരളം എന്ന് പറയുന്നത് ഇതുപോലെ ഹിന്ദു പെൺകുട്ടികളെ മുസ്ലിമുകൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. ആ മതേതരത്വം ഞങ്ങൾ കൊണ്ടാടുകയാണ് എന്നൊരു മെസ്സേജ് ഇന്ത്യക്കും പുറത്തുള്ളവർക്കും കൊടുക്കാനായിട്ടുള്ള ഒരു തിരക്കാണത്. അതായത് സിനിമയിൽ അഭിനയിക്കാൻ വന്ന കുട്ടിയാണ്, അങ്ങനെ സിനിമയിൽ അഭിനയിക്കാനായിട്ട് ചാൻസസ് ഒക്കെ ഉള്ള ഒരു കുട്ടിയാണ്. നല്ലൊരു ഫ്യൂച്ചർ, അവർക്ക് എഴുത്തും വായനയും ഒന്നും അറിയാത്ത ഇല്ലിറ്ററേറ്റ് ആണ്. കേരളത്തെ പോലൊരു സംസ്ഥാനത്തിന് ശരിക്കും പറഞ്ഞാൽ അതല്പം മോശമാണ്. കാരണം 100% ലിറ്റററി ആയിട്ടുള്ള സ്റ്റേറ്റാണ് കേരളം. അങ്ങനെ ഒരു സ്റ്റേറ്റിലാണ് ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരു കുട്ടി, ഷെഡ്യൂൾ ട്രൈബ് കുട്ടിയെ വന്ന് പെടുന്നത്. ആദ്യം അവർ ശ്രമിക്കേണ്ടിയിരുന്നത് അവർക്ക് ഹിന്ദിയും വിദ്യാഭ്യാസം ലിറ്ററേറ്റ് ആക്കാനാണ്. ലിറ്ററേറ്റ് ആക്കി ഇതൊക്കെ ഒന്ന് വായിക്കാനൊക്കെ പഠിപ്പിച്ചതിന് ശേഷം ഒരു 5-6 മാസമെങ്കിലും എടുത്ത് പഠിപ്പിച്ചതിന് ശേഷം അതിനുശേഷം അവരുടെ അച്ഛനും അമ്മയൊക്കെ അനുവാദം കൊടുത്തിട്ട് മാരേജ് ചെയ്യുകയാണെങ്കിൽ അത് സമ്മതിക്കാമായിരുന്നു. അങ്ങനെയല്ല. അപ്പം ഇത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു വ്യാജ മതേതരത്വമുണ്ട്. ആ വ്യാജ മതേതരത്വം എന്ന് പറയുന്നത് ഹിന്ദു പെൺകുട്ടികൾക്ക് മുസ്ലിം വരന്മാരെ കണ്ടെത്തുക എന്നുള്ളൊരു വ്യാജ മതേതരത്വമാണ്. അത് മറിച്ചായാൽ പറ്റില്ല. മറിച്ച് ഒരു മുസ്ലിം പെൺകുട്ടിക്ക് ഒരു ഹിന്ദു വരനാണെങ്കിൽ അത് പാടില്ല, ആഘോഷിക്കപ്പെടില്ല. അത് അത്രത്തോളം അല്ല, അത് കഴിയുന്നത്ര നിരുത്സാഹപ്പെടുത്തും എന്നുള്ളതാണ്.